മാലിമുളക് കൃഷിയിൽ നിന്ന് 20 ലക്ഷം രൂപയുടെ ആദായം ലഭിച്ച കർഷകനാണ് ഇടുക്കി രാജകുമാരി മുരിക്കുംതൊട്ടി സ്വദേശിയായ അജി ചുണ്ടൻകുഴി. ഏലം റീഡ് പ്ലാന്റേഷനൊപ്പം ഇദ്ദേഹം 4 ഏക്കർ സ്ഥലത്താണ് മാലിമുളക് കൃഷി നടത്തിയത്. കഴിഞ്ഞ വർഷം ഇതുവഴി അജി നേടിയത് 20 ലക്ഷം രൂപയുടെ ആദായം. മാലിമുളക് കൃഷിയിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നോട്ടു പോകുന്ന നിരവധി കർഷകർ ഇടുക്കി ഹൈറേഞ്ച് മേഖലയിലുണ്ട്. അവരിൽ ഏറ്റവും ശ്രദ്ധേയനാണ് അജി. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് മാലിമുളക് കൃഷി നടത്തുകയും അതുവഴി 20 ലക്ഷം രൂപയുടെ ആദായം ഒരു വർഷം കൊണ്ട് നേടുകയും ചെയ്ത കർഷകനാണ് രാജകുമാരി മുരിക്കുംതൊട്ടി സ്വദേശി അജി ചുണ്ടൻകുഴി. മുള്ളന്തണ്ട് എന്ന സ്ഥലത്ത് അജി ഏലം കൃഷിക്കായി തെരഞ്ഞെടുത്ത 4 ഏക്കർ സ്ഥലത്താണ് ഏലത്തിനൊപ്പം തന്നെ മാലിമുളക് കൃഷി നടത്തിയത്. 3-ാം മാസം മുതൽ ആദായം കിട്ടി തുടങ്ങി. തുടർന്ന് അങ്ങോട്ട് ഒരു വർഷക്കാലം ആദായം ലഭിച്ചു. ചിട്ടയായ പരിപാലനത്തിലൂടെ മാലിമുളക് സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കുവാൻ ഈ കർഷകന് കഴിഞ്ഞിട്ടുണ്ട്. കട്ടപ്പന മാർക്കറ്റിലാണ് മാലിമുളകുകൾ വിറ്റഴിക്കുക. ഞങ്ങളുടെ ഓരോ സ്ഥലം റീപ്ലാന്റ് ചെയ്യുന്നതിനോടനുബന്ധിച്ചാണ് മാലിമുളക് ഞാൻ ആദ്യമായിട്ട് കൃഷി ചെയ്തത്. 4 ഏക്കർ സ്ഥലത്താണ് ആദ്യം കൃഷി ചെയ്തിരുന്നത്, റീപ്ലാന്റ് ചെയ്തത്. അതിൽ എല്ലാ സ്ഥലത്തും തന്നെ 4 ചെടികൾക്ക് നടുക്കായിട്ട് ഒരു മാലിമുളക് എന്നുള്ള രൂപത്തിൽ നട്ടിരുന്നു. ഏലം പരിചരിക്കുന്നതിനോടൊപ്പം തന്നെ മാലിമുളകിനെയും പരിചരിച്ചിരുന്നു. അതുകൊണ്ട് നല്ല വിളവ് കിട്ടിയിരുന്നു. മാലിമുളക് വിലയിൽ സാരമായ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാറുണ്ട്. 20 രൂപ മുതൽ 400 രൂപ വരെ കിലോഗ്രാമിന് ലഭിക്കുന്ന മാലിമുളകിന്റെ വിലയുടെ ഏറ്റക്കുറച്ചിൽ കർഷകരെ ദുരിതത്തിലാക്കുന്നതും സ്വാഭാവികം. എന്തായാലും അജിക്ക് കൃഷിയുടെ വിളവെടുപ്പ് കാലത്ത് മെച്ചപ്പെട്ട വില ലഭിച്ചതിനാലാണ് ഒരു വർഷം കൊണ്ട് തന്നെ 20 ലക്ഷം രൂപയുടെ ആദായം നേടാൻ കഴിഞ്ഞത്. മലയോര മേഖലയിൽ 2 വർഷം വരെ തുടർച്ചയായി ആദായം ലഭിക്കുന്ന ഒന്നാണ് മാലിമുളക്. ഹൈറേഞ്ചിൽ കട്ടപ്പന, നെടുങ്കണ്ടം പ്രദേശങ്ങളിൽ ഉൾപ്പെടെ മാർക്കറ്റുമുണ്ട്. രാജകുമാരി ഇടമറ്റത്ത് ഫെഡറേറ്റഡ് നഴ്സറിയിൽ നിന്നാണ് മാലിമുളകിന്റെ തൈകൾ അജി വാങ്ങിയത്. കിലോഗ്രാമിന് 100 രൂപയെങ്കിലും കിട്ടിയാൽ കർഷകർക്ക് ഈ കൃഷി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്നാണ് കർഷകരുടെ അനുഭവം വ്യക്തമാക്കുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്.